Dear students, plus 1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ മോൾ കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. SI സിസ്റ്റത്തിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണക്കാക്കാൻ, അതായത് പദാർത്ഥങ്ങളുടെ അളവ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ മോൾ എന്ന കോൺസെപ്റ്റ് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, കെമിസ്ട്രിയിൽ നമ്മൾ ആറ്റങ്ങളുടെയും ഇലക്ട്രോണുകളുടെയും തന്മാത്രകളുടെയും എല്ലാം എണ്ണം പറയേണ്ട ചില സന്ദർഭങ്ങൾ വരാറുണ്ട്. നമുക്കറിയാം, ഈ സംഖ്യകൾ വളരെ വലിയ സംഖ്യകളാണ്. അതുകൊണ്ട് തന്നെ അവ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ 12 എണ്ണത്തെ ഒരു ഡസൻ എന്നും, അതുപോലെ 20 എണ്ണത്തെ ഒരു സ്കോർ എന്നും, 114 എണ്ണത്തെ ഒരു ഗ്രോസ് എന്നും ഒക്കെ സാധാരണ ജീവിതത്തിൽ പറയുന്നത് പോലെ ആറ്റത്തിന്റെ എണ്ണം അല്ലെങ്കിൽ തന്മാത്രകളുടെയും ഇലക്ട്രോണുകളുടെയും ഒക്കെ എണ്ണം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് മോൾ. അപ്പോൾ ഒരു ഡസൻ എന്ന് പറയുമ്പോൾ 12 എണ്ണം എന്ന് പറയുന്നത് പോലെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏകദേശം 6.022 × 10⁻23 എന്ന ഒരു വലിയ സംഖ്യയാണ് മോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഖ്യ നമുക്കെല്ലാം പരിചയമുള്ള ഒരു സംഖ്യയാണ്. ഈ സംഖ്യയ്ക്ക് ഒരു പ്രത്യേക പേര് പറയും. എന്താണത്? അവഗാഡ്രോ നമ്പർ. NA എന്ന സിമ്പൽ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന അവഗാഡ്രോ നമ്പറാണ് 6.022 × 10⁻23. അപ്പോൾ 6.022 × 10⁻23 ആറ്റങ്ങൾ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാൻ സാധിക്കും 1 മോൾ ആറ്റം. അതുപോലെ 6.022 × 10⁻23 മോളിക്യൂൾസ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് പറയാം 1 മോൾ മോളിക്യൂൾസ്. അങ്ങനെ ഏത് പാർട്ടിക്കിൾസ് ആണോ 6.022 × 10⁻23 എടുക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് 1 മോൾ മോളിക്യൂൾസ് ആണോ, ഇലക്ട്രോൺസ് ആണോ, ആറ്റംസ് ആണോ, അയോൺസ് ആണോ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ, ദി എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവഗാഡ്രോസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് എ മോൾ. അതായത് അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണങ്ങൾ അടങ്ങിയ ഒരു സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ അളവിനെയാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു മോൾ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമാണ്? 6.022 × 10⁻23 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോളിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. MOLE എന്നാണ് SI യൂണിറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. ഇനി അതിലെ ഈ ഒഴിവാക്കി MOL എന്നാണ് നമ്മൾ അതിൻ്റെ സിമ്പൽ എഴുതാറുള്ളത്. മോളിൻ്റെ സിമ്പൽ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് MOL എന്നാണ്. അതുപോലെ നമ്പർ ഓഫ് മോൾസ് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ N ആണ്. അപ്പോൾ അതും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പല രീതിയിൽ നമുക്ക് എങ്ങനെ മോളിനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ദി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് പ്രസന്റ് ഇൻ 1 gram atom of each or the number of molecules present in 1 gram molecule of each is called a mole. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 gram atom എന്താണെന്നും 1 gram molecule എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ? 1 gram atom എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെയാണ് നമ്മൾ 1 gram atom എന്ന് പറയുന്നത്. അതുപോലെ ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെയാണ് നമ്മൾ 1 gram മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1 gram ആറ്റം ഒരു എലമെന്റ് എടുത്താൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. അതുപോലെ 1 gram മോളിക്യൂൾ ഏതെങ്കിലും മോളിക്യൂൾ എടുത്താൽ അതിൽ കാണപ്പെടുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണത്തിനെയും നമുക്ക് 1 മോൾ എന്ന് പറയാം. ഇനി മറ്റൊരു രീതിയിലും കൂടി നമ്മുടെ ടെസ്റ്റിൽ മോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ദി സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആസ് ദെയർ ആർ ആറ്റംസ് ഇൻ 12 gram ഓഫ് കാർബൺ 12. കാർബൺ 12ന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തായിരുന്നു? ഒരു ആറ്റത്തിൻ്റെയോ മോളിക്യൂളിൻ്റെയോ മാസ് കണക്കാക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുന്ന എലമെന്റ് ആണ് കാർബൺ 12. അപ്പോൾ മോളിനെ നമുക്ക് ഈ കാർബൺ 12മായി റിലേറ്റ് ചെയ്ത് കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 12 gram കാർബൺ 12ൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമായ എണ്ണം പാർട്ടിക്കിൾസ് അടങ്ങിയ പദാർത്ഥത്തിന്റെ അളവിനെ നമുക്ക് മോൾ എന്ന് വിളിക്കാൻ സാധിക്കും. ഒരു സബ്സ്റ്റൻസിൽ 12 gram കാർബൺ 12ൽ അടങ്ങിയിട്ടുള്ള അത്രയും പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ആ സബ്സ്റ്റൻസിന്റെ അളവ് 1 മോൾ ആണെന്ന്
പറയാൻ സാധിക്കും. അപ്പോൾ മോളിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കുക, മോൾ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കിൾസും 6.022 × 10⁻23 എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് മോളാർ മാസ് എന്താണെന്ന് കൂടി നോക്കാം. ഒരു മോൾ പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാർ മാസ് പഠിച്ചു. ന്യൂമറിക്കലായി സംഖ്യാപരമായി നോക്കുമ്പോൾ അത് മോളാർ മാസും മോളിക്കുലാർ മാസും തുല്യമാണെന്ന് നമുക്ക് കാണാം. എന്നാലും മോളാർ മാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദി മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് മോളാർ മാസ്. ഒരു മോൾ പദാർത്ഥത്തിന്റെ മാസ് ഗ്രാമിൽ പറയുന്നതിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസും മോളിക്കുലാർ മാസും നമ്മൾ യൂണിഫൈഡ് മാസായി സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെ സൂചിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സംഖ്യയും മോളാർ മാസ് ഗ്രാമിൽ പറയുമ്പോൾ ഉപയോഗിക്കുന്ന സംഖ്യയും തുല്യമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കണം. അടുത്ത നമുക്ക് മോളാർ വോളിയം എന്താണെന്ന് നോക്കാം. ഒരു മോൾ വാതകത്തിന്റെ വോളിയത്തിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് വിളിക്കുന്നത്. ദി വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 മോൾ ഓഫ് എനി ഗ്യാസ് ഈസ് കോൾഡ് മോളാർ വോളിയം. അപ്പോൾ ഏത് ഗ്യാസും 1 മോൾ എടുത്താൽ അതിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ വ്യാപ്തത്തിനെയാണ് മോളാർ വ്യാപ്തം അല്ലെങ്കിൽ മോളാർ വോളിയം എന്ന് പറയും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും, അതായത് STPയിൽ ഉള്ള ഒരു ഗ്യാസിൻ്റെ മോളാർ വോളിയം 22.4 ലിറ്റർ ആണ്. അതായത് 22.4 ലിറ്റർ ഒരു ഗ്യാസ് STPയിൽ എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മോൾ മോളിക്യൂൾസ് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ മാസ് ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യവുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഒരു ഡയഗ്രാം വരച്ചാൽ വളരെ എളുപ്പത്തിൽ ഇത് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. മോളിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് വരച്ചിരിക്കുന്ന ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ മോൾ എന്ന് പറയുന്നത് എന്തിനെല്ലാം ഈക്വൽ ആണ് എന്നതാണ് ഈ ചാർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചാർട്ടിൻ്റെ മുകൾ ഭാഗം മുതൽ നോക്കാം. മോൾ എന്ന് പറയുമ്പോൾ എത്ര മോളിക്യൂൾസിന് തുല്യമാണ്? 6.022 × 10⁻23 മോളിക്യൂൾസിന് തുല്യമാണ്. അതുപോലെ 6.022 × 10⁻23 ആറ്റംസിന് തുല്യമാണ്. ഒരു മോൾ ആറ്റം എടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ആറ്റങ്ങളുണ്ട്? 6.022 × 10⁻23. ഇനി ഒരു മോൾ മോളിക്യൂൾസ് എടുത്തു എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഇനി ഒരു മോൾ ഗ്യാസ് നമ്മൾ STPയിൽ എടുത്താൽ അതിൻ്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 22.4 ലിറ്റേഴ്സ് എന്നാണ് പറയേണ്ടത്. അതിനെ മില്ലി ലിറ്റർ ആക്കിയാൽ നമുക്ക് 22,400 മില്ലി ലിറ്റർ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ ലിറ്ററിലാണോ മില്ലി ലിറ്ററിലാണോ കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 1 മോൾ എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസിന് അല്ലെങ്കിൽ 1 ഗ്രാം മോളിക്യൂളിന് തുല്യമായിരിക്കും. അതുപോലെ 1 മോൾ എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റത്തിനും തുല്യമായിരിക്കും. അതുപോലെ ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ഫോർമുല യൂണിറ്റ്സിനും തുല്യമായിരിക്കും. ഫോർമുല യൂണിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ക്രിസ്റ്റലുകളിൽ സോഡിയവും ക്ലോറിനും അയോൺസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ ഫോർമുല യൂണിറ്റ്സ് ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഒരു മോൾ എന്തിനെല്ലാം തുല്യമാണ് എന്ന് ഈ ചാർട്ട് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് പ്രോബ്ലം ചെയ്യാൻ സഹായകമായ മോളുമായി ബന്ധപ്പെട്ട 2 ഇക്വേഷൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന എലിമെൻറ്റിൻ്റെ മാസിനെ അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽസ് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിലോ ഈ പറഞ്ഞ ഇക്വേഷന് ഒരു ചേഞ്ച് വരുത്തിയാൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽസ് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു NA. NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഇക്വേഷനിൽ കിട്ടുന്ന വാല്യൂസിൻ്റെ കൂടെ 6.022 × 10⁻23 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസും ലഭിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കുന്ന ഈ 2 ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ തിയററ്റിക്കലായി മോൾ കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇതുമായി റിലേറ്റഡ് ആയ പ്രോബ്ലംസ് ചെയ്തു പഠിച്ചാൽ ഈ മോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള
കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2018 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോൾസ് ഓഫ് ഡയോക്സിജൻ ആർ പ്രസന്റ് ഇൻ 64 gram ഓഫ് ഡയോക്സിജൻ? മോളിക്കുലർ മാസ് ഓഫ് ഡയോക്സിജൻ ഈസ് 32. ഇതാണ് 2018 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇവിടെ ഡയോക്സിജന്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, എന്നിട്ട് 64 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന മോൾസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽസ് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 64, മോളാർ മാസ് 32. 64/32 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 മോൾസ്. അപ്പോൾ ആൻസർ 2 മോൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻസ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്? തന്നിരിക്കുന്നവയിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ തന്മാത്രകൾ അടങ്ങിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 4ലുമുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 gram നൈട്രജൻ, അതാണ് ആദ്യത്തത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 gram ആണ്. അപ്പോൾ 1 by നൈട്രജൻ്റെ മോളിക്കുലർ മാസ് 28. അപ്പോൾ 1/28 ഇൻറ്റു Na. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ 28ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 44 വരും. ഹൈഡ്രജൻ ആകുമ്പോൾ 2 വരും. അമോണിയ ആകുമ്പോൾ 17 വരും. അപ്പോൾ അതാണ് ഈ 4 ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഈ 4 സ്പീഷീസിൻ്റെയും മോളിക്കുലർ മാസിൽ വ്യത്യാസമുണ്ട്. അമോണിയയുടെ മോളിക്കുലർ മാസാണ് 70. അപ്പോൾ നമുക്കറിയാം മാസിൽ നമ്മൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞു വരുന്ന സംഖ്യ കൂടി വരും തോറും ആ ടോട്ടൽ സംഖ്യയുടെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് ഏത് ഓപ്ഷനിലായിരിക്കും? തേർഡ് ഓപ്ഷനായ 1 gram ഹൈഡ്രജനിലായിരിക്കും. അവിടെ ചെയ്യുന്നത് 1/2 ഇൻറ്റു Na എന്നാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് വരുന്ന സംഖ്യ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഏതാണ്? 2 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് വരുന്ന സംഖ്യ ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടും, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് ഏതിലാണ്? 1 gram ഹൈഡ്രജനിലാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതിലാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളതെന്ന്. അടുത്ത 2018 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 5 moles ഓഫ് ഗ്ലൂക്കോസ്. 5 moles ഗ്ലൂക്കോസിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കാം. ഫോർമുല നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 6 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഇനി 5 moles ഗ്ലൂക്കോസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 × 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിക്യൂളിൽ 6 ഓക്സിജൻ ആറ്റങ്ങളാണ് ഉള്ളതെങ്കിൽ 5 × 6.022 × 10⁻23 മോളിക്യൂൾസിൽ എത്ര ആറ്റങ്ങളുണ്ട്? 6 × 5 × 6.022 × 10⁻23. അപ്പോൾ ആൻസർ എന്ത് വരും? 30 × 6.022 × 10⁻23. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി, അല്ലാതെ 6.022 കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ആൻസർ കംപ്ലീറ്റ് ആകും. 2017 ജൂലൈ ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് എ മെഗ്നീഷ്യം ആറ്റം. ഒരു മെഗ്നീഷ്യം ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഗ്നീഷ്യം ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. അത് 24 gram ആണ്. നമുക്കറിയാം 6.022 × 10⁻23 മെഗ്നീഷ്യം ആറ്റംസിൻ്റെ മാസ് 24 gram ആണ്. അത് നമ്മൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റാണ്. ഒരു മോൾ ഏത് ആറ്റം എടുത്താലും അതിൻ്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് എങ്ങനെ കിട്ടും? 24/6.022 × 10⁻23. 6.022 × 10⁻23 ആറ്റത്തിൻ്റെയാണ് 24 gram. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ കിട്ടാൻ 6.022 × 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ 3.98 × 10⁻23 gram. അടുത്തത് 2017 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 0.55 milligram ഓഫ് ഇലക്ട്രോൺ. 0.55 milligram ഇലക്ട്രോൺസ് എടുത്താൽ അതിൽ എത്ര മോൾസ് ഉണ്ട് എന്നാണ്. അതിനെ മോൾസ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് 4 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എടുത്തെഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻28 gram ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മില്ലിഗ്രാമിലായതുകൊണ്ട് തന്നെ നമുക്ക് മില്ലിഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 9.1 × 10⁻25 milligram. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഇലക്ട്രോൺസിൻ്റെ മാസ് എത്രയായിരിക്കും? 9.1 × 10⁻25 × 6.022 × 10⁻23. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6.022 × 10⁻23 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.55. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. അപ്പോൾ 0.55 milligram എന്ന് പറയുന്നത് എത്ര മോളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താണ്? ഒരു മോൾ ഇലക്ട്രോണിൻ്റെ
മാസാണ് ഇപ്പോൾ അവിടെ കണ്ടുപിടിച്ചത്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂവിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 0.55 മില്ലിഗ്രാം ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 മോൾ ഇലക്ട്രോണിന് ഈക്വലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 1 മോളിൻ്റെ മാസ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. ഇനി അതല്ല ആൻസറെങ്കിൽ നമുക്ക് 2 മോൾസോ 3 മോൾസോ ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആൻസർ കിട്ടും. അടുത്ത 2015 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 12 gram of carbon-12 contains Avogadro number of carbon atoms. നമുക്കറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗീവ് ദി അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എന്താണെന്ന് എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 6.022 × 10⁻23. ദി മാസ് ഓഫ് 2 moles of ammonia gas is. 2 മോൾ അമോണിയ ഗ്യാസിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മോൾ അമോണിയ ഗ്യാസിൻ്റെ മാസ് എത്രയാണ്? 17 gram. 17 എങ്ങനെ കിട്ടി? അമോണിയയുടെ മോളിക്കുലർ മാസ് 17 ആണ്. അപ്പോൾ 1 മോളിൻ്റെ മാസ് എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഗ്രാമിൽ എടുക്കുന്നതിന് ഈക്വലാണ്. അപ്പോൾ 17 gram ആണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾസിൻ്റെ എങ്ങനെ കിട്ടും? 17ൻ്റെ ഇരട്ടി 34 gram. അപ്പോൾ ആൻസർ 34 gram. അടുത്തത് മാർച്ച് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. 2 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. 1 gram നൈട്രജൻ, 1 gram കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്? മാസ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു NA. അപ്പോൾ 1/28 × NA കാണണം. അതുപോലെ 1/44 × NAയും കാണണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.0357 × 10⁻23. അടുത്തത് 0.0227 × 10⁻23. അടുത്ത 2013 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് അറ്റോമിക് മാസ് യൂണിറ്റ്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 1/12 ദി മാസ് ഓഫ് കാർബൺ-12 ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അറ്റോമിക് മാസും മോളിക്കുലർ മാസും ഒക്കെ പറയുന്നത്. അടുത്ത 2013 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഡിഫൈൻ 1 മോൾ. മോളിനെ ഡിഫൈൻ ചെയ്യാൻ, 1 മോളിനെ ഡിഫൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 1 മോളിനെ നമ്മൾ പല രീതിയിൽ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്തിരുന്നു. അതിലേതെങ്കിലും ഡെഫിനേഷൻ എഴുതുക. മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ദി സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആസ് ദെയർ ആർ ആറ്റംസ് ഇൻ 12 gram ഓഫ് കാർബൺ-12. 12 gram കാർബൺ-12 എടുത്താൽ അതിൽ എത്രയും ആറ്റങ്ങൾ ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസ് ഉള്ള ഒരു പദാർത്ഥത്തിന്റെ അളവിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്. അടുത്ത 2013 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 1 മോൾ ഓഫ് മീഥെയിൻ? 1 മോൾ മീഥെയിൻ എടുത്താൽ അതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് ഒരു മീഥെയിനിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് നോക്കാം. ഫോർമുലയിൽ നമുക്ക് മനസ്സിലായി 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 1 മോൾ മീഥെയിൻ ആണെങ്കിൽ അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 × 10⁻23. അപ്പോൾ ഇനി ആൻസർ എഴുതാമല്ലോ. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് മീഥെയിൻ ഈസ് 4 × 6.022 × 10⁻23. അടുത്തത് 2010 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് മോളാർ മാസ്. ഇനി വീണ്ടും പറയേണ്ടതില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് മോളാർ മാസ്? അടുത്തത് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ 1 liter ഓഫ് വാട്ടർ. ഓൾസോ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ 1 liter ഓഫ് വാട്ടർ. അപ്പോൾ 1 ലിറ്റർ വാട്ടർ എടുത്താൽ അതിനകത്തെ മോൾസിൻ്റെ എണ്ണവും മോളിക്യൂൾസിൻ്റെ എണ്ണവും കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അതിനൊരു ഹിൻ്റായിട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1 gram/ml. അപ്പോൾ ഈ വാല്യൂസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് മാസാണ്. 1 ലിറ്റർ വാട്ടറിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം നമ്മൾ 1 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ മില്ലി ലിറ്റർ ആക്കിയാൽ 1000 ml. ഡെൻസിറ്റി 1 gram/ml എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാസ് എത്ര കിട്ടും? 1000 gram. അപ്പോൾ 1000 gram അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽസ് മാസ് ബൈ മോളാർ മാസ്. എത്രയാണ് ആൻസർ കിട്ടിയത്? 55.55 മോൾ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് കിട്ടും? ഇതിൻ്റെ കൂടെ 6.022 × 10⁻23 മൾട്ടിപ്ലൈ ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അടുത്ത 2008 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ 4 gram ഓഫ് ഓക്സിജൻ. 4 gram ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഓക്സിജൻ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 gram ഓക്സിജനിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 4/32 × 6.022 × 10⁻23 നമ്മുടെ ഫോർമുല ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ 4 gram ഓക്സിജനിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 × 4/32 × 6.022 × 10⁻23. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 0.25 × 6.022 × 10⁻23 atoms. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വിച്ച് ഈസ് ഹെവിയർ, 1 oxygen atom or 10 hydrogen atoms?
ഏതിനാണ് ഭാരം കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓക്സിജൻ ആറ്റത്തിനാണോ അതോ 10 ഹൈഡ്രജൻ ആറ്റത്തിനാണോ? നമുക്കറിയാം മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം 16U ആണ്. അതുപോലെ മാസ് ഓഫ് 10 ഹൈഡ്രജൻ ആറ്റംസ് എത്രയാണ്? 10U ആണ്. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതിനാണ് ഭാരം കൂടുതൽ. ഒരു ഓക്സിജൻ ആറ്റത്തിനാണ് ഭാരം കൂടുതൽ, അതായത് 16U. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങളൊന്ന് വീഡിയോ കണ്ട ശേഷം ക്വസ്റ്റ്യൻ എഴുതി സ്വന്തമായി ബുക്കിലേക്ക് ചെയ്തു നോക്കുക. അതിനുശേഷം ആൻസർ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മോൾ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയുമാണ്. അപ്പോൾ അവയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.